വിഷുക്കൈനീട്ടമായി എംഎൽഎമാർക്ക് കൃഷിമന്ത്രി നൽകിയ LCD TV ദൂർത്താണ് എന്ന് ആരോപിച്ച് VS അച്യുതാനന്ദൻ തിരിച്ചു നൽകി. എനിക്ക് ഇത് കൊടുത്തയച്ചത് തന്നെ ഞാൻ പിന്നീടാണ് അതിന്റെ പഴങ്ങളൊക്കെയാണ് ആദ്യം കിട്ടിയെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞാൽ TV ഉണ്ട് വരും പിന്നീടാണ് അറിയുന്നത്. അതേസമയം TV നൽകിയതിൽ തെറ്റില്ല എന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോടിയേരിയുടെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെയാണ് VS TV നിരസിച്ചത് എന്നും വളരെ ശ്രദ്ധേയമാണ്. നിങ്ങളെ പത്രത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ നോക്കി കഴിച്ചപ്പോൾ കൊണ്ട വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞത് എടുക്കത്ത് തിരിച്ചു കൊടുത്തേക്ക്. ഇതുപോലുള്ള സമയത്ത് അതൊന്നും കൊടുക്കുന്നത് ശരിയല്ല. അതേസമയം ഖത്തറിൽ നടന്ന KMCC പൊതുയോഗത്തിൽ KM ഷാജി VS അച്യുതാനന്ദനെ വെല്ലുവിളിച്ചു. ഷുക്കൂറിന്റെ ഉമ്മയുടെ പരാതി കേൾക്കാൻ കൂട്ടാക്കാത്ത അച്യുതാനന്ദൻ എന്ന കള്ളക്കപട രാഷ്ട്രീയക്കാരൻ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ താൻ അനുഭവിക്കുന്ന കാറും ബംഗ്ലാവും പരിചാരകരും ഉൾപ്പെടെയുള്ള വൻ സൌകര്യങ്ങൾ വേണ്ട എന്ന് വെക്കാൻ തയ്യാറുണ്ടോ എന്നും KM ഷാജി ചോദിച്ചു. അച്യുതാനന്ദന്റെ കാതിന്റെ മുമ്പിൽ വന്ന ഒരു ഉമ്മ ആർത്ത് കരഞ്ഞിട്ട് കേൾപ്പിക്കുകയാണ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന കള്ളക്കപട രാഷ്ട്രീയക്കാരൻ എന്നിട്ട് എന്തൊക്കെ ന്യായാണ് ഇല്ലേ? ഇപ്പൊ എന്താണ് വലിയ പ്രസംഗം തന്നെ TV കണ്ടു. നാട്ടിലാണെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തുമെന്ന് ഞാൻ വിചാരിച്ചു. എന്താണ് TV വേണ്ട, 14,000 രൂപയുടെ TV. അച്യുതാനന്ദൻ ആൺകുട്ടിയാണെങ്കിൽ ഒരു കാറും ഒരു 10-23 സ്റ്റാഫ് ഒരു വലിയ ബംഗ്ലാവൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. അത് വേണ്ടെന്ന് പറയാം, അത് വേണ്ടെന്ന് പറയാം. ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ സർക്കാർ നിലവഴിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും ഒരു പണിയും മനസ്സിലെടുക്കുന്നുണ്ടോ? നിയമസഭയിൽ വന്നിട്ട് ഊർക്കം വെച്ചു നോക്കും. ഒരു വഴിയിൽ കൂടെ എത്ര വലിയ സ്റ്റാഫ് ഉറങ്ങാറ് തലക്ക് പറ്റി കൊടുക്കാറ് എല്ലാവരും ഉറങ്ങുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ഈ കാറ് സൗകര്യങ്ങളൊക്കെ അത് വെച്ചുകൊടുക്കും. ആൺകുട്ടിയാണെങ്കിൽ 14,000 രൂപയുടെ TV വേണ്ടാന്ന് പറയുന്ന ആദർശത്തിൽ പറഞ്ഞല്ലോ കൂടിയായി. അപ്പൊ തന്നെ മറുപടി നമ്മളൊന്നും ചെയ്യേണ്ട ഓരെന്നെ തീർത്തോളൂ, അവരെന്നെ പറഞ്ഞോളൂ. പൊളിറ്റിക്കൽ ന്യൂസ് ഡെസ്ക്, എസ്ബോസ് മീഡിയ.